ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ബേസിൽ ജോസഫിന്റെ അടുത്തതായിട്ട് വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണല്ലോ ടൊവിനോ നിർമ്മിക്കുന്ന മരണമാസ്. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് റിലീസായിരിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മരണമാസ ട്രെയിലറാണ് വന്നിരിക്കുന്നത്. ഒരു കിടിലൻ എന്റർടൈനർ സിനിമയായിട്ട് ചിത്രം മാറുമെന്നാണ് ട്രെയിലർ ഉറപ്പ് നൽകുന്നത്. റെട്രോ സൂര്യ നായകനെ എത്തുന്ന മെയ് 1 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ്. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ കൃത്യം ഒരു മാസം മാത്രം ബാക്കി. ഇപ്പോഴത്തെ സിനിമയുടെ കേരള വിതരണാവകാശം വൈഗ എന്റർപ്രൈസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. കാർത്തിക് സുബ്രാജിന്റെ സൂര്യ ചിത്രത്തോടൊപ്പം നമ്മുടെ മലയാളത്തിൽ നിന്നും ഒരു വമ്പൻ ക്ലാഷ് റിലീസ് ഉണ്ടായേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നല്ലോ. തുടരുമെന്ന സിനിമയുടേതാണത്. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ എമ്പുരാന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടന്റെ അടുത്ത മലയാളം സിനിമയാണ് എന്ന് നേരത്തെ തന്നെ ഉറപ്പിക്കപ്പെട്ടതാണ്. ചിത്രം ഇപ്പോഴത്തെ മെയ് 1 എന്നതുപോലെ തന്നെ മെയ്യിലെ 2ാമത്തെ ആഴ്ചയും അതോടൊപ്പം തന്നെ ഏപ്രിലിലെ അവസാനത്തെ ആഴ്ച, അതായത് ഏപ്രിൽ 25 തീയതിയും തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നു എന്നാണ് വിവരം. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ഉടനെ തന്നെ ലോക്ക് ചെയ്യുന്നതാണ്. ഇതിനിടയിലെ സിനിമയുടെ ഓഡിയോ ജുക്ക് ബോസ് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഗുഡ് ബാഡ് അഗ്ലി അജിത് നായകനെ എത്തുന്ന അടുത്ത വമ്പൻ തമിഴ് സിനിമയാണല്ലോ. ഏപ്രിൽ 10 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് എപ്പോൾ ആരംഭിക്കുമെന്ന് ഇപ്പോഴും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഏപ്രിൽ 4 തീയതി സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെടും. കാത്തിരിക്കും സിനിമയുടെ ബുക്കിങ്ങിനായിട്ട് പ്രീ സെയിൽ അപ്ഡേറ്റുകൾ കേട്ടാം. പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ ഖലീഫ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പ്രഖ്യാപിക്കപ്പെട്ട സിനിമ ഇനിയും ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടില്ല. നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ മെയ് മാസം ആരംഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ വർഷം റിപ്പോർട്ട്സ് ഉണ്ടായത്. എന്നാൽ പൃഥ്വിരാജിന്റെ തിരക്കുകളാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനത്തിലേക്ക് നീട്ടിയെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ വിദേശ രാജ്യങ്ങളിലെ ലൊക്കേഷൻ ഹണ്ട് നടന്നു വരുന്നു. ഷൂട്ടിംഗ് ആരംഭിച്ച രജനീകാന്ത് നായകനെ എത്തുന്ന നെൽസൺ സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ ജയിലർ 2. വേട്ടയ്യന് ശേഷം വീണ്ടും രജനീകാന്ത് സിനിമയുടെ ലൊക്കേഷൻ നമ്മുടെ കേരളത്തിൽ വരികയാണ്. ഏകദേശം 2 മാസത്തെ ചിത്രീകരണം അട്ടപ്പാടിയിൽ സിനിമയുടേതായിട്ട് നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. രജനീകാന്തിനും ആ ഷെഡ്യൂളിൽ ചിത്രീകരണമുണ്ട്. മമ്മൂട്ടിയുടെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിഷു റിലീസ് സിനിമയാണല്ലോ ബസൂക്ക. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏപ്രിൽ 10 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ആദ്യ ഷോയുടെ ടൈമിംഗ് അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഏപ്രിൽ 10 തീയതി രാവിലെ 9 മണിക്ക് സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കും. അതേസമയം ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് ഈ വീക്കെൻഡോടെ ശനിയാഴ്ചയോടെ ആരംഭിക്കുമെന്നാണ് അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. കാത്തിരിക്കാം ബസൂക്കയുടെ കൂടുതൽ വാർത്തകൾക്ക്.